ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലിനെ തള്ളി ജില്ലാ ഘടകങ്ങൾ. സർക്കാരിനുള്ള എതിർപ്പും പ്രാദേശിക ഭരണകൂടങ്ങളുള്ള എതിർപ്പും തോൽവിക്ക് കാരണമായെന്നാണ് ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ CPM നേതൃയോഗം ഇന്ന് തുടങ്ങുകയാണ്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സൗകര്യപ്രദമായ ചില വിലയിരുത്തലുകൾ നടത്തിയാൽ പഴയതുപോലെയൊന്നും ഈ ജില്ലാ ഘടകങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? SKN, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, അതായത് നേതൃത്വത്തിന് സ്വീകാര്യമായ വിമർശനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വിലയിരുത്തലുകളും മാത്രം നടത്തി മുന്നോട്ട് പോയാൽ അത് വസ്തുനിഷ്ഠ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. അത് ജില്ലാ ഘടകങ്ങൾക്ക് സ്വീകാര്യമായിരിക്കണമെന്നില്ല എന്ന് തെളിയിക്കുന്ന വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റികൾ ചേർന്നപ്പോൾ ഉണ്ടായത്. സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്താനായി CPIMൻ്റെ എല്ലാ ജില്ലാ ഘടകങ്ങളും ചേർന്നിരുന്നു. ചേർന്ന റിപ്പോർട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് ഇന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ മുതൽ 2 ദിവസം സംസ്ഥാന സമിതിയും ചേരാൻ പോകുന്നത്. ജില്ലാ ഘടകങ്ങളുണ്ടായ പൊതുവായ വിമർശനങ്ങൾ ഇവയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് ഏറെയും കുറഞ്ഞും പല കേന്ദ്രങ്ങളിലും പ്രതിഫലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാദേശിക ഭരണകൂടങ്ങളോടും വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നു. തുടർച്ചയായി LDF ഭരിച്ചിരിക്കുന്ന പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലടക്കം അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളും ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ക്ഷേത്ര നഗരികളിൽ ശബരിമല തിരിച്ചടിയായില്ല. ക്ഷേത്ര നഗരങ്ങളിലെല്ലാം LDF വിജയിച്ചു എന്നാണ് CPIMൻ്റെ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരിയായിരിക്കാം. അതിന് ഉദാഹരണമായി കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ വലിയ തോതിൽ ശബരിമല തിരിച്ചടിയായി എന്നാണ് ജില്ലാ കമ്മിറ്റികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴ പോലുള്ള മേഖലകളിലൊക്കെ LDFന് പൊതുവെ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളല്ല. അവിടെയെങ്കിലും പ്രചാരണങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായി നേരിടേണ്ടി വന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളായിരുന്നു. ഇതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവായി വ്യാപകമായി ഉണ്ടായി എന്ന് ജില്ലാ ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. മറിച്ച് ചില കേന്ദ്രങ്ങളിൽ അനുകൂലമായും ചില കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായി എതിരായും വന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെടാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് എന്നാണ് ജില്ലാ ഘടകങ്ങൾ പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ജില്ലാ ഘടകങ്ങളുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു അന്തിമ വിശകലന റിപ്പോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.